What's space? Welcome back. My name is Shab. You're watching Shab Vlogs. ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, സാധാരണ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയല്ലല്ലോ കാണല്, വേറെ എന്തൊക്കെയോ സാധനങ്ങളാണല്ലോ കാണല്, ഇന്നെന്താ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ ഇതല്ല എൻ്റെ ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ശരിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണണം. അപ്പോൾ ഇങ്ങനെ ഒരു കളറ് ആണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്, ഒരു ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ ഇതിന് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കെങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റാമെന്നാണ് ഈ വീട്ടിൽ നാം പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള പിക്ചറോ കാര്യങ്ങളോ എന്താ വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടു വെക്കാം. നമ്മളെ വീഡിയോ കുറച്ച് കളർഫുള്ളാവും. എന്തൊരു പിക്ചറും ആണെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്കാണ്, ഈ ഒരു കൂൾ ട്രിക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്കിതാ ഈ ഒരു ക്ലോത്ത് ആവശ്യമുണ്ട്. ഈ ക്ലോത്തിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രീൻ സ്ക്രീൻ എന്നാണ് ക്ലോത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്ത് വരുത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ പേര് ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു സാധനം നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ, ഈ ഒരു ഗ്രീൻ കളർ, ഈ ഗ്രീൻ കളർ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവിടാം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഏതൊരു കളർ വേണമെങ്കിലും മാറ്റാം. ഇപ്പോൾ നമുക്ക് റെഡ് കളറാക്കണമെങ്കിൽ ഇതാ നമുക്ക് റെഡ് കളറാക്കാം. നമുക്ക് എന്തൊരു കളർ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്ലോത്ത് ആക്കി മാറ്റാം. ഒരു അടിപൊളി ഒരു ക്ലോത്താണ്. ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ ചുമരുമ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഗ്രീൻ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് വൃത്തിയിലല്ല, പക്ഷേ ഇതാ ഈ സെൻറ്ററിൽ ഞാൻ ചുളിവൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് സെൻറ്റർ മാത്രം ചുളിവില്ലാതെ മതി, ബാക്കിയുള്ളതൊക്കെ എങ്ങനെ ഇടുന്നാലും കുഴപ്പമില്ല. കാരണം എൻ്റെ ഫ്രെയിം വരുന്നത് ഈ സെൻറ്ററിലാണ്. അപ്പോൾ സെൻറ്ററിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഫ്രെയിം വരുന്നത് അവിടെ നല്ല രീതിക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വൃത്തിയിൽ വെക്കുക, എന്നാലും നമുക്ക് ഈ എഫക്റ്റ് നല്ല രീതിക്ക് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്ര ചുളിവൊന്നും ഇല്ലാതെ വെക്കുക. ഞാനിപ്പോൾ ശരിക്കും വെച്ചിട്ടില്ല. മുകളിൽ നിങ്ങൾക്ക് കാണാം ടാപ്പൊക്കെ ഒട്ടിച്ച് വെച്ച് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ്. ശരിക്കും ഇങ്ങനെയല്ല വെക്കൽ. ശരിക്കും നല്ല വൃത്തിയിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് കാണാൻ കഴിയും. ആ ഹോൾസ് വഴി മുകളിൽ നമുക്ക് കുറച്ച് കുളത്ത് വെച്ച് കൊടുത്തിട്ട് അവിടെ ജസ്റ്റ് ഹാങ് ചെയ്തിടലാണ്. അപ്പോൾ ഇങ്ങനെയുണ്ട് ശരിക്കും സെറ്റപ്പ് ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. എൻ്റെ അടുത്ത് അങ്ങനെ ആ സാധനമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങളിത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഗ്രീൻ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ വരിക. കറക്റ്റ് ഒരു ഫ്രെയിമിൽ വെക്കുക. ചുളിവും കാര്യങ്ങളും ഇല്ലാതെ ഗ്രീൻ സ്ക്രീൻ നല്ല കറക്റ്റായിട്ടാണ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. അതിന് മുമ്പിൽ ഇരുന്നിട്ട് കറക്റ്റ് ഫ്രെയിമിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങളിത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പിക്ചറോ എന്തൊരു സാധനം വേണമെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവിടാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് വേണ്ടി, ഒന്ന് നമുക്ക് കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാം, പിന്നെ ഒന്ന് ഫോണിൽ എഡിറ്റ് ചെയ്യാം. കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കുറച്ചൊക്കെ സ്പെക്കുള്ളൊരു കമ്പ്യൂട്ടർ ആവണം. ഫോണിലാകുമ്പോൾ നമുക്ക് അധികം ആവശ്യമൊന്നുമില്ല, നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യുന്ന നോക്കാം. നമുക്ക് നേരെ കമ്പ്യൂട്ടറിലോട്ട് പോകാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് പ്രീമിയർ പ്രോ എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിലൊക്കെ ഈ പ്രീമിയർ പ്രോ വെച്ചിട്ടാണ്, നല്ല സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പൈസ എടുത്ത് വാങ്ങാം. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ക്രാക്ഡ് വേർഷനാണ്. അപ്പോൾ ക്രാക്ഡ് വേർഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതിൽ ചെയ്യാം, ഒറിജിനൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ക്രാക്ഡ് വേർഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രീമിയർ പ്രോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ എടുത്ത വീഡിയോ ഫസ്റ്റ് പ്രീമിയർ പ്രോയിൽ കൊടുത്തിടുക. എന്നിട്ട് നേരെ ഡ്രാഗ് ചെയ്ത് അവിടെ കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോയി വെച്ചതിന് ശേഷം നിങ്ങൾ നേരെ എഫക്റ്റിൽ പോവുക. എഫക്റ്റിൽ പോയിട്ട് അൾട്രാ കീ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും, ഒരു എഫക്റ്റ് വരും. ആ എഫക്റ്റ് നേരെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കൊടുത്തിടുക. വീഡിയോയിൽ കൊടുത്തിട്ടതിൻ്റെ ശേഷം നിങ്ങൾ നേരെ എഫക്റ്റ് കൺട്രോളിൽ പോവുക. എഫക്റ്റ് കൺട്രോളിൽ പോയതിന് ശേഷം നിങ്ങൾ വലിച്ചിട്ട് ആ എഫക്റ്റ് അവിടെ കാണാം. ആ എഫക്റ്റിൻ്റെ താഴെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടൂള് കാണാൻ കഴിയും. അപ്പോൾ ആ ടൂള് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ബാക്കിലുള്ള ഗ്രീൻ സ്ക്രീനിൽ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളറാവും. ഇനി നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടേണ്ടത് ആ പിക്ചർ നേരെ നിങ്ങളെ പ്രീമിയർ പ്രോക്ക് ഇടുക. പ്രീമിയർ പ്രോക്ക് ഇട്ടതിന് ശേഷം നിങ്ങളെ വീഡിയോൻ്റെ താഴെ, വീഡിയോ ആദ്യം ഒന്ന് മുകളിലേക്ക് സ്കിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോൻ്റെ താഴെ ആ പിക്ചർ ജസ്റ്റ് ഒന്ന് കൊണ്ടിടുക. ഇനി നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ
നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പിക്ചറേക്കാരം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിൽ ചെയ്യുക. അന്ന് നമുക്ക് നേരെ ഫോണിൽ പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ കൈൻമാസ്റ്ററാണ്. അപ്പോൾ കൈൻമാസ്റ്ററിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാം മീഡിയ. ആ മീഡിയ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ കൈൻമാസ്റ്ററിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. സൂം ഔട്ടായി കളിക്കും. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ചെറിയൊരു സ്ക്വയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു മാർക്ക് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നിന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മീഡിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നേരെ ഇതിലേക്ക് ഇടുക. വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇങ്ങനെ ഇട്ടതിന് ശേഷം ക്രോം കീ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഡീറ്റെയിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു ലൈന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെത് കുറയും. പക്ഷേ നിങ്ങളെ ഇമേജ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ ഇതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം അത് കുറയണം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് ഇത്രയും ചെയ്താൽ നമ്മളെ വീഡിയോ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് ആ ഫോട്ടോയും വീഡിയോയും ഒരേ ഒരു രീതിയിൽ നമ്മൾ യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ അത്രയും ചെയ്താൽ നമ്മളെ ഇതിൽ ഫോണിൽ നമുക്ക് സിമ്പിളായിട്ട് ഗ്രീൻ സ്ക്രീൻ വെച്ച് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കൈൻമാസ്റ്ററാണ് വെച്ച് ചെയ്തത്. അപ്പോൾ ഈ കൈൻമാസ്റ്റർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഗ്രീൻ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ കണ്ടില്ല എൻ്റെ ഗ്രീൻ സ്ക്രീനൊക്കെ നല്ല ക്ലീനായിട്ട് ഒഴിവായിട്ടുണ്ട്. ഇനി ആ ഇമേജും വീഡിയോയും ഒരേ ലൈനിൽ വെച്ചാൽ മാത്രം മതി. സംഭവം സെറ്റായി. ഇനി നിങ്ങൾക്ക് എവിടെയാണോ നമ്മളെ ഫേസ് കൊണ്ടുപോയി വെക്കേണ്ടത് അവിടെ പോയി ജസ്റ്റ് വെക്കുക. ഇത്രയും ചെയ്താൽ നമ്മളെ ഗ്രീൻ സ്ക്രീൻ റെഡിയായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൊബൈലിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വെച്ച് നമുക്ക് ഈ ഒരു കാര്യം മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് കുറേ മാജിക്കും കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സാധനം വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാബ്.